ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് പഴയതും പുതിയതുമായ തുണിയും തുരുത്തിയും എന്ന ഉപമയാണ് ഈ ക്ലാസ്സിൽ ഇപ്പോൾ നാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് അത് പഠിക്കാൻ ആരംഭിച്ചത്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഈ ഉപമ പരിശോധിക്കുന്നതിനായിട്ട് ദൈവസന്നിധിയിലായിരിക്കാം. ആദ്യ വേദഭാഗം നമുക്ക് വായിക്കാം. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം അവൻ പുറപ്പെട്ടു. ലേവി എന്ന് പേരുള്ളൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ സകലവും വിട്ട് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തന്റെ വീട്ടിൽ അവന് ഒരു വലിയ വിരുന്നൊരുക്കി. ചുങ്കക്കാരും മറ്റും വലിയൊരു പുരുഷാരം അവരോടുകൂടെ പന്തിയിലിരുന്നു. പരീശന്മാരും അവരുടെ ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. യേശു അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്ര മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. ഒരു ഉപമയും അവരോട് പറഞ്ഞു. ആരും കോടിത്തുണിക്കണ്ടം കീറിയെടുത്ത പഴയ വസ്ത്രത്തോട് ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാലോ പുതിയത് കീറുകയും പുതിയ കണ്ഠം പഴയതിനോട് ചേരാതിരിക്കുകയും ചെയ്യും. ആരും പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിച്ച് ഒഴുകി പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്രേ പകർന്നു വെക്കേണ്ടത്. പിന്നെ പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ ആഗ്രഹിക്കുന്നില്ല, പഴയതേറെ നല്ലത് എന്ന് പറയും. ഈ വായിച്ച വാക്യങ്ങളിൽ ഒരു ഉപമയല്ല, വാസ്തവത്തിൽ 3 ഉപമകളുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവുമല്ലോ. പശ്ചാത്തലം മറന്നു പോകരുത്. അൽഫായിയുടെ മകനായ ലേവി മാനസാന്തരപ്പെട്ട് യേശുവിനെ അനുഗമിക്കുന്നു. അദ്ദേഹത്തിന് ഒരു പുതിയ പേര് കിട്ടുന്നു, മത്തായി. അങ്ങനെ യേശുവിനെ മത്തായി അനുഗമിക്കുന്നു എന്നുള്ളത് കപ്പർന്നഹൂമിലെല്ലാം ഒരു വലിയ വാർത്തയായി പ്രചരിക്കുന്നു. ആ പ്രത്യേക സമയത്ത് ലേവി തന്റെ വീട്ടിൽ യേശുക്രിസ്തുവിന് ഒരു വലിയ വിരുന്ന് ഒരുക്കി. ആ വിരുന്നിലേക്ക് ചുങ്കക്കാരെയും മറ്റ് ഒരു പുരുഷാരത്തെയും, മറ്റ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുക. പാപികൾ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ ബഹുമാനിക്കാത്ത ആളുകൾ. ലൂക്കോസ് 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾപ്പാൻ അവന്റെ അടുക്കൽ വന്നു. അപ്പൊ ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറയുകയും പിറുപിറുക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് കർത്താവായ യേശുക്രിസ്തു എന്തിനാണ് യേശു വന്നതെന്നും യേശു എന്ത് നേടാനാണ് ആഗ്രഹിച്ചതെന്നും വ്യക്തമാക്കുന്നതിനായിട്ട് 3 ഉപമകൾ അല്ലെങ്കിൽ 3 ഉദാഹരണങ്ങൾ പറഞ്ഞത്. നമ്മൾ വായിച്ച ഭാഗത്ത് ഒരു ഉപമയും എന്ന് 36-ാം വാക്യത്തിൽ മാത്രമേ കണ്ടുള്ളൂ. എങ്കിലും അതിനു മുമ്പ് 2 ഉപമ പറഞ്ഞിരുന്നു. ആ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ ഓർക്കുകയാണെങ്കിൽ, യേശു വന്നത് ദീനക്കാരെ സൗഖ്യമാക്കാനായിട്ടാണ്, അല്ലെങ്കിൽ ദീനക്കാർക്ക് സൗഖ്യം കൊടുക്കാൻ വന്ന വൈദ്യൻ. യേശു തന്നെ അങ്ങനെയാണ് ഉപമിച്ചത്. പിന്നീട് പറഞ്ഞു യേശു വന്നത് സന്തോഷം നൽകുന്ന ഒരു മണവാളനായിട്ടാണ്. മൂന്നാമത് യേശു വന്നത് ആളുകളെ രൂപാന്തരപ്പെടുത്താനായിട്ടാണ്, അവരെ പുതുതാക്കുവാനായിട്ടാണ്, പഴയത് നന്നാക്കുവാനായിട്ടല്ല. അതുകൊണ്ടാണ് കോടി തുണിയും പുതിയ തുണിയും ചേരുകയില്ലെന്നും പുതുവീഞ്ഞും പഴയ തുരുത്തിയും കൂടെ ചേരുകയില്ലെന്നും കർത്താവ് എടുത്തു പറഞ്ഞതെന്നുള്ള കാര്യം ഓർക്കുക. ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പരിശോധിക്കുകയാണ്. അതിൽ ഒന്നാമത് പരിശോധിച്ചു തുടങ്ങിയത് പാപശാന്തി നൽകുന്ന വൈദ്യൻ, അല്ലെങ്കിൽ രോഗികൾക്കാണ് വൈദ്യൻ ആവശ്യം എന്ന് പറയുമ്പോൾ ഇവിടെ രോഗികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെ കുറിച്ചാണ്? പാപികളായ മനുഷ്യരെ കുറിച്ചാണ്. അതുകൊണ്ട് രോഗശാന്തി എന്നുള്ളതിന് പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? പാപശാന്തി. പാപശാന്തി നൽകുന്ന ഒരു വൈദ്യനായിട്ടാണ് യേശു ഈ ലോകത്തിൽ വന്നിരിക്കുന്നത് എന്ന് ഉള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് തുടങ്ങിയത്. പരീശന്മാര് യേശുവിനെ വിമർശിച്ചപ്പോൾ പരീശന്മാർക്ക് പാപികളെ ആകർഷിക്കുന്നതിനായിട്ടുള്ള ഒരു സന്ദേശം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അവർക്ക് പ്രത്യാശ പകരുവാനായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ യേശുവിന് പാപികളെ ചേർത്ത് പിടിക്കുവാനായിട്ട് കഴിയും, അവർക്ക് പ്രത്യാശ നൽകുവാനായിട്ട് കഴിയുമായിരുന്നു. യേശു തന്നെ പറഞ്ഞത്, ഞാൻ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനായിട്ടാണ് വന്നിരിക്കുന്നത്. നീതിമാന്മാരെ അന്വേഷിച്ചല്ല, പാപികളെ അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കാര്യം നമ്മൾ ചിന്തിച്ചപ്പോൾ
പാപത്തെ വേദപുസ്തകം പല കാര്യങ്ങളോട് ഉപമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ ക്ലാസ് അവസാനിച്ചത്. പാപത്തെ പല കാര്യങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. അത് ഞാൻ ചുരുക്കത്തിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഒന്നാമത് പാപത്തെ അഴുക്കിനോട്, മാലിന്യത്തോട് ഉപമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 51 സങ്കീർത്തനത്തില് എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണം, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. അപ്പം പാപം എന്ന് പറയുന്നത് മാലിന്യമാണ്, അല്ലെങ്കിൽ അകൃത്യമാണ്. പാപം ഒരു അഴുക്ക് നമ്മുടെ ദേഹത്ത് പറ്റുന്നത് പോലെയാണ്, അത് കഴുകി വെടിപ്പാക്കണം. രണ്ടാമത് പാപം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ അന്ധകാരത്തോട് ഉപമിച്ചിട്ടുണ്ട്. യോഹന്നാൻ 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കണ്ടു. ചിലര് അന്ധകാരത്തെ സ്നേഹിക്കുന്നു, അവർ വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആരാണെന്ന് പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, തിന്മ പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തെ പകയ്ക്കുന്നു, വെളിച്ചത്തിലേക്ക് വരുന്നില്ല. അപ്പൊ പാപം അന്ധകാരം, നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കാണ് വിടുവിച്ചിരിക്കുന്നതെന്നും അറിയാമല്ലോ. അപ്പൊ പാപത്തിന്റെ ഒരു ചിത്രമാണ് അന്ധകാരം. പിന്നീട് നമ്മൾ പറഞ്ഞത് ബന്ധിക്കപ്പെടുക, ബന്ധനത്തിലാകുക എന്നുള്ളതും പാപത്തിന്റെ ഒരു ചിത്രമാണ്. 107-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ചിരുന്നു, ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് ഇരുളിലും അന്ധതമസിലും ഇരുന്ന് അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ. അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്നും പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറുത്ത് കളഞ്ഞു. അപ്പോൾ ബന്ധനത്തിലാകുക എന്ന് പറഞ്ഞാലും പാപത്തിലാകുക. നമ്മൾ പലപ്പോഴും ആളുകൾ അവൻ ബന്ധനത്തിലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. വാസ്തവത്തിൽ ബന്ധനത്തിലായി എന്ന് പറഞ്ഞാൽ പാപത്തിലായി എന്നതിന് അർത്ഥമുള്ളൂ. പാപമാണ് ബന്ധിക്കുന്നത്. പാപത്തിന്റെ പിന്നിൽ പിശാചുണ്ട്. പാപം മരണം, അതും ഒരു ചിത്രമാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു. പാപത്തിന്റെ ശമ്പളം മരണം. വേദപുസ്തകത്തിൽ പാപത്തെ രോഗത്തോടും ഉപമിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1:5-6, തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു, അടിതൊട്ട് മുടി വരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ, അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. യിരെമ്യാവിൽ നിന്ന് വായിച്ചിരുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആര്? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് എന്നതിന് ഒരു ട്രാൻസ്ലേഷനിൽ ഡെസ്പറേറ്റ്ലി സിക്ക്, വല്ലാത്ത രോഗം ബാധിച്ചതാണ് എന്ന് പറഞ്ഞിരിക്കുന്നതും നമ്മൾ ചിന്തിച്ചല്ലോ. തുടർന്ന് നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, രോഗം വരാനായിട്ടുള്ള തുടക്കം രോഗാണുക്കൾ ശരീരത്തിൽ കയറുന്നത് കൊണ്ടാണ്. അണുക്കൾ വഴിയാണ് രോഗം വരുന്നത്. അണുക്കൾ എപ്പോഴും രഹസ്യമായിട്ടാണ് ശരീരത്തിൽ കടക്കുന്നത്, പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ പാപവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എങ്ങനെയാണ്? വളരെ രഹസ്യമായിട്ട്, തന്ത്രപരമായിട്ടാണ്. അതെന്നിട്ട് നമ്മളെ കീഴ്പ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് അവരുടെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. പാപം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രോഗാണുക്കൾ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷീണം വരുന്നു, തളർച്ച, അതിന്റെ പുറകെ തകർച്ചയും മരണവും ഉണ്ടാകുന്നു. ചില രോഗങ്ങൾ വേദന ഉളവാക്കുന്നതാണ്, ചില രോഗങ്ങൾ മറ്റുള്ളവർക്ക് പകരുന്നതാണ് എന്നൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകുമല്ലോ. അണുക്കളെ നശിപ്പിച്ചില്ലെങ്കിൽ അണുക്കൾ രോഗിയെ നശിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ അണുക്കളെ എപ്പോഴും അകറ്റി നിർത്തുന്നത്. പാപത്തിന്റെ ശമ്പളം മരണം. ചില രോഗങ്ങൾ പ്രകടമാണ്, ചിലത് അത്രയും പ്രകടമായിരിക്കുകയില്ല. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച കാര്യങ്ങളാണ്. എന്നാൽ ഇന്നത്തെ ചിന്തകളിലേക്ക് വരുമ്പോൾ, ചുങ്കക്കാരും പാപികളും ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ആത്മീയ രോഗം ബാധിച്ചവരാണ്. അവർക്കത് അറിയുകയും ചെയ്യാം. അവര് ന്യായപ്രമാണം കൃത്യമായിട്ട് ആചരിക്കാത്തത് കൊണ്ട് അവർക്കറിയാം. നമ്മൾ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ അത്രയ്ക്ക് നല്ലവനല്ല എന്നവർ പറയാറില്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് പാപമുണ്ടെന്ന്, അവർ രോഗികളാണെന്ന് അവർക്ക് അറിയാം. എന്നാൽ പരീശന്മാരെയും ശാസ്ത്രിമാരെയും കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവരും ആത്മീയ രോഗികളാണ്. പക്ഷെ അവരത് അറിയുന്നില്ല, അതവര് അംഗീകരിക്കുന്നില്ല. രോഗമുണ്ടെങ്കിലും രോഗികളാണെന്നുള്ളത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. ചില രോഗങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും, ചില രോഗങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നും പറഞ്ഞത് ഓർക്കുക. അപ്പൊ പരീശന്മാരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് രോഗമൊന്നുമില്ല, ഞങ്ങൾ ആരോഗ്യവാന്മാരാണ്, മത്തായിയുടെ അതിഥികളാണ് രോഗികൾ, അല്ലെങ്കിൽ അവരാണ് പാപികൾ. അവരുടെ കൂടെ എങ്ങനെ നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും കഴിയും? അതുകൊണ്ടാണല്ലോ അവർ പിറുപിറുത്തത്. പരീശന്മാരും ശാസ്ത്രിമാരും അവന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടും കൂടെ തിന്നു കുടിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് പിറുപിറുത്തു. അപ്പോഴാണ് യേശു അവരോട് പറഞ്ഞത്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നിരിക്കുന്നത് എന്ന് ഉത്തരം പറഞ്ഞു. ഈ പരീശന്മാരുടെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കാലഘട്ടത്തില് മതഭക്തന്മാരായിട്ടുള്ള ആളുകൾ, പള്ളിയിലൊക്കെ വളരെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് ഇതേ തെറ്റ് ആവർത്തിക്കുകയാണ് എന്നുള്ള കാര്യം
മറന്നു പോകരുത്. കാരണം അവരോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ പലപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് എന്താ കുഴപ്പം, ഞങ്ങള് ഒരു തരത്തിലുള്ള തെറ്റും ചെയ്യുന്ന ആളുകളല്ല. ഏത് മതത്തിൽപ്പെട്ട ആളുകളാണ്, മതത്തിൽ തീവ്രമായിട്ട് ഭക്തിയുള്ള ആളുകൾ കരുതുന്നത് അവര് പരിശുദ്ധന്മാരാണ്, അവർ പാപം ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള രോഗങ്ങളും ഇല്ല എന്നാണ് അവര് ചിന്തിക്കുന്നത്. അപ്പൊ പിന്നെ യേശു ആർക്കു വേണ്ടിയാ വന്നത് എന്ന് ക്രിസ്തുമത ഭക്തന്മാരോട്, മറ്റവരുടെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയാൻ പാടുണ്ടാവില്ല, ചോദിക്കുകയാണെങ്കിൽ അവർ പറയും അത് വളരെ അധകൃതന്മാരായിട്ടുള്ള അധമ പാപികളായിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയാണ് വന്നത്. ഞങ്ങൾക്ക് അതിന്റെ ഒരു ആവശ്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ ഒരു തരത്തിലുള്ള ഒരു പാപവും ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സാറിന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, അല്ലെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവർ കൊടുക്കുന്ന ദാനധർമ്മത്തിന്റെയും ചെയ്യുന്ന നന്മകളുടെയൊക്കെ പട്ടിക നിരത്താറുണ്ടല്ലോ. അതുകൊണ്ടാണ് അവർക്ക് രക്ഷയിലേക്ക് വരാൻ കഴിയാതെ പോകുന്നത്. കാരണം അവർക്ക് രോഗമുണ്ടെന്ന് അവർക്ക് അറിയാൻ പാടില്ല. രോഗമുണ്ടെന്ന് അറിഞ്ഞെങ്കിലല്ലേ നമ്മൾ ചികിത്സ തേടുകയുള്ളൂ. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും നമ്മളിപ്പോൾ പറഞ്ഞ മതഭക്തന്മാർക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളിലുള്ള ഭക്തന്മാർക്കുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാല്, ഞങ്ങൾക്ക് മനസ്സാന്തരം ആവശ്യമില്ല, ഞങ്ങൾക്ക് യേശുവിനെ കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പിന്നെ ഇതിങ്ങനെ നമ്മൾ കൂടണം പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉള്ളതല്ലാതെ ഞങ്ങൾ രോഗികളോ പാപികളോ ഒന്നും അല്ല എന്നൊരു ചിന്തയാണ് അവരുടെ മനസ്സിൽ ഇരിക്കുന്നത്. അവിടെയാണ് യേശു പറഞ്ഞൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്. യേശു നീതിമാന്മാരെ മാനസാന്തരത്തിന് വിളിപ്പാൻ അല്ല വന്നത്. ഞാൻ നീതിമാന്മാരെ അല്ല മാനസാന്തരത്തിന് വിളിപ്പാൻ വന്നത്. ഒന്നുകൂടെ ഗൗരവമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരു പ്രസക്തിയുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, നീതിമാൻ ആരുമില്ല. അത് നമ്മൾ പലപ്പോഴും മറന്നു പോവുകയാണ്. ആരാ നീതിമാനുള്ളത്? വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. റോമാലേഖനം 3:10 നമ്മളത് കാണുന്നത്. അപ്പൊ യേശു ആരെ വിളിക്കാനാ വന്നത്? എല്ലാവരെയും വിളിക്കാനാ വന്നത്. യേശുവിനെ കൊണ്ട് എല്ലാവർക്കും ആവശ്യമുണ്ട്. എനിക്ക് യേശുവിനെ വേണ്ട എന്ന് ഒരാൾക്കും പറയാനായിട്ട് കഴിയുകയില്ല. കാരണം നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും പാപികളാണ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും സകല മനുഷ്യരിലും പരന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് യേശുവിനെ വേണ്ട എന്ന് ആരെങ്കിലും ഭാവിക്കുന്നുണ്ടെങ്കിൽ അവരവര് രോഗികളാണെന്നുള്ളത് തിരിച്ചറിയുന്നില്ല. നമ്മൾ തന്നെ ഈ വാക്യം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് യേശുവിനെ കൊണ്ട് ആവശ്യമില്ലെന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ തിരുത്തൽ ആവശ്യമുണ്ട്. യേശു വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, സകല മാനവജാതിയെ രക്ഷിക്കാനായിട്ടാണ്. കാരണം നീതിമാൻ ആരും ഇല്ല. പാപം വിവിധ തരത്തിലാണ്, അല്ലെങ്കിൽ രോഗം വിവിധ തരത്തിലാണെന്നുള്ള കാര്യം ഒരിക്കലും മറന്നു പോകരുത്. ലോകത്തിൽ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളുണ്ട്, ഒരുപാട് തരത്തിലുള്ള പാപങ്ങളുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ കൽപ്പനകൾ വ്യത്യസ്തമായിട്ട് വന്നേക്കുന്നത്. മോഹിക്കരുത്, മോഷ്ടിക്കരുത്. കാരണം എല്ലാവരും മോഷ്ടാക്കളല്ല, വ്യഭിചാരം എല്ലാവരും വ്യഭിചാരികളല്ല. അപ്പം വിവിധ തരത്തിലുള്ള പാപികളുണ്ട്, വിവിധ തരത്തിലുള്ള രോഗികളും ഉണ്ട് എന്നറിഞ്ഞിരിക്കണം. പാപത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എല്ലാവരും രോഗികളാണ്, അല്ലെങ്കിൽ എല്ലാവരും പാപികളാണ്. പാപം ചെയ്യാത്തവർ ആരുമില്ല, ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. മത്തായിയുടെ വീട്ടില് വിരുന്നിന് വന്നിരിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുക. രണ്ടു കൂട്ടം ആളുകളുണ്ട്. ഒന്ന് ചുങ്കക്കാരും പാപികളും, പിന്നെ അവിടെ പരീശന്മാരും ശാസ്ത്രിമാരും. പരിശുദ്ധന്മാരാണെന്ന് കരുതുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പാപികൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളുകള് ആത്മീയ രോഗലക്ഷണം പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്ങനെ? അവർ ന്യായപ്രമാണം അനുസരിക്കുന്നില്ല, ഇതൊന്നും അനുസരിക്കാൻ പറ്റുന്നതല്ല, ഞങ്ങളിത് അനുസരിക്കുക. അതുകൊണ്ടാണ് അവരെ എന്ത് വിളിക്കുന്നത്? പാപികൾ എന്ന് വിളിക്കുന്നത്. എന്നാൽ പരീശന്മാര് പറയുന്നത് ഞങ്ങൾക്ക് രോഗമില്ല എന്നാണ്. പക്ഷെ അവർക്ക് രോഗം ഉണ്ടെന്നുള്ളതിന്റെ ലക്ഷണം എന്താണ്? അവർ അഹങ്കാരികളാണ്, അവർ സ്വയനീതിക്കാരാണ്. ഒരുപക്ഷെ മറ്റവരെക്കാൾ കൂടിയ രോഗമാണ് ഇവർക്കുള്ളത്. കാരണം പാപികൾക്ക് പാപികളാണെന്നൊരു ബോധമുണ്ട്, ഇവർക്ക് പാപികളാണ് അല്ലെങ്കിൽ ഇവർക്കൊരു രോഗം ഉണ്ടെന്നുള്ള ബോധമേ ഇല്ല. പക്ഷെ അവരെയാണ് ഏറ്റവും വലിയ രോഗം ബാധിച്ചിരിക്കുന്നത്. എന്ത് രോഗം? അഹങ്കാരം, അഹന്ത. അത് മനസ്സിലാക്കാൻ തന്നെ കർത്താവ് ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് ലൂക്കോസ് 18-ാം അധ്യായത്തിൽ. തങ്ങൾ നീതിമാന്മാരെന്നുറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്നവരെ കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞത്. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയ കാര്യമാണ്, ചുങ്കക്കാരനും പരീശനും. അത് തന്നെ ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ പരീശൻ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇവരെ പോലെ അല്ല എന്നല്ലേ. ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിലൊക്കെ പ്രസാരം കൊടുക്കുന്നു, അപ്പൊ ഞാൻ നീതിമാനാണ്. മറ്റേയാള് അങ്ങോട്ട് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ചുകൊണ്ട് പാപിയായ എന്നോട് ആരാ നീതീകരിക്കപ്പെട്ടതെന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ഇവർക്ക് ഉള്ള രോഗം എന്തായിരുന്നു? അത് വളരെ ക്ലിയർ ആണ്, അഹങ്കാരം, അഹന്ത. അതുപോലെ തന്നെ സ്വയ നീതീകരണം. പുറമേ നോക്കിയാൽ ഒരു കുഴപ്പമില്ല, പുറമേ നോക്കിയാൽ വളരെ ഭക്തന്മാരായി
നീതിമാന്മാരായിട്ടാണ് ജീവിക്കുന്നത്. പക്ഷെ അകമേ നോക്കിയാൽ അവര് നിയമ ലംഘികൾ ആണ്. അതുകൊണ്ടാണല്ലോ അവര് കർത്താവിനെ ക്രൂശിച്ചത്, അല്ലേ? കാരണം അല്ലെങ്കിൽ കർത്താവിനെ ക്രൂശിക്കാൻ അവർ തയ്യാറാകുമായിരുന്നില്ലല്ലോ. അപ്പൊ അകമേ അവര് പാപികളാണ്, പക്ഷെ പുറമെ ഭക്തന്മാരാണെന്ന് ഭാവിക്കുന്നു. ഇത് ഇന്നും ഒരുപാട് ആളുകൾക്കുള്ള ഒരു അപകടമാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മുടെ കർത്താവിന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുണ്ട്, എല്ലാം അകത്തേക്ക് നോക്കി കാണാൻ കഴിയും. ചിലരൊക്കെ അതുകൊണ്ടാണല്ലോ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? കൽപ്പനകളെ പ്രമാണിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ അതെല്ലാം കൃത്യമായിട്ട് പ്രമാണിക്കുന്നു, ഇനി എനിക്ക് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ കർത്താവ് പറയുന്നുണ്ടല്ലോ, നിനക്കൊരു കുറവുണ്ട്. അല്ലെങ്കിൽ പലയിടത്തും നാം വായിക്കുന്നുണ്ട്, അവൻ അവരുടെ ചിന്തകളെ അറിഞ്ഞു. അപ്പം യേശുവിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ് കൊണ്ട് നോക്കുമ്പോൾ അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല, എല്ലാം വെളിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശു വൈദ്യനാണ് എന്ന് പറയുമ്പോൾ യേശുവിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, യേശുവിന് ഏറ്റവും കൃത്യമായിട്ട് രോഗനിർണയം നടത്താൻ കഴിയും. രോഗിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രോഗനിർണയം. രോഗനിർണയം തെറ്റിപ്പോയാൽ ചികിത്സയും തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഡോക്ടർമാർ നമ്മളോട് ഇങ്ങനെ പണ്ടെങ്കിലും വന്നിട്ടുണ്ടോ, വീട്ടിലാർക്കെങ്കിലും ഉണ്ടോ, കേസ് ഹിസ്റ്ററി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ കിഴിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് തോന്നിയതൊക്കെ ഒന്നുമില്ല, എനിക്കിപ്പോ ഒരു പനി ഉണ്ടെന്ന് പറഞ്ഞാലും അവർ വിടുകയല്ല. അവരിങ്ങനെ ചോദിച്ചുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, എഴുതിക്കൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ? അതെന്തിനാ വെച്ചാൽ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, സിംറ്റംസ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ എവിടെയാണ് രോഗം കിടക്കുന്നത് എന്നുള്ളത് അവർ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ യേശുവിന് ആണ് ഒരു പാപിയെ അല്ലെങ്കിൽ ഒരു രോഗിയെ ഏറ്റവും കൃത്യമായിട്ട് രോഗനിർണയം നടത്താനായിട്ട് കഴിയുന്നത്. രോഗനിർണയം കൃത്യമായിട്ട് നടത്താനായിട്ട് യേശുവിന് കഴിയുമെന്നുണ്ടെങ്കിൽ പൂർണ്ണ സൗഖ്യം കൊടുക്കാൻ കഴിയുന്നതും യേശുവിന് തന്നെയാണ്. കാരണം രോഗനിർണയം കൃത്യമായിട്ട് നടത്തിയാലല്ലേ ശരിയായ മരുന്ന് കൊടുക്കുവാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ സ്വയം നീതീകരിച്ചുകൊണ്ട് എനിക്ക് പാപമില്ല എന്ന് ഓരോരുത്തര് പറഞ്ഞ്, പരീശന്മാര് ശാസ്ത്രിമാര് പ്രത്യേകിച്ച് പറയുമ്പോൾ അവരുടെ പാപം എന്താണെന്നും ആർക്ക് കാണാം? യേശുവിന് കാണാം. അതിനുള്ള മറുമരുന്ന് എന്താണെന്നും കർത്താവിന് അറിയാനായിട്ട് കഴിയും. കർത്താവിന് പാപം ക്ഷമിക്കാനും കഴിയും, ഹൃദയത്തെ പുതുക്കാൻ കഴിയും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നവനാണ് കർത്താവ്. അല്ലെങ്കിൽ പാപിയെ പരിശുദ്ധനാക്കുവാനായിട്ട് അങ്ങനെ ആർക്കും വേറെ കഴിയത്തില്ല. യേശു എന്തിനാ വന്നത്, യേശു എന്താണ് നേടുന്നതെന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. അപ്പൊ യേശുവിന് മാത്രമേ ഒരു പാപിയെ പരിശുദ്ധനായിട്ട് രൂപാന്തരപ്പെടുത്തി എടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് യേശുവിന്റെ പ്രത്യേകത. അങ്ങനെ രൂപാന്തരപ്പെട്ട ഒരുത്തിന് ഇവിടെ ഇരിപ്പുണ്ട്. ആരാ? മത്തായി. അപ്പൊ യേശു കൊടുക്കുന്ന ഈ രൂപാന്തരം അല്ലെങ്കിൽ സൗഖ്യം എന്ന് പറയുന്നത് വൈകാരികമായതോ ഉപരിപ്ലവമായതോ അല്ല. 12 സംവത്സരം രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീ പല വൈദ്യന്മാരാൽ ഏറി ഒന്ന് സഹിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പലരും ഇവളെ ഒരു പരീക്ഷണ വസ്തുവാക്കി, പക്ഷെ അവക്കൊട്ടും സൗഖ്യം വന്നില്ല. അപ്പൊ ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ശരിയായില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് കർത്താവ് നമുക്ക് നൽകുന്ന സൗഖ്യം പാപത്തിൽ നിന്നാകട്ടെ രോഗത്തിൽ നിന്നാകട്ടെ ഏത് തരത്തിലുള്ളതാണെന്ന് ചോദിക്കുമ്പോൾ ഉപരിപ്ലവമായിട്ട് വൈകാരികമായിട്ട് കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറയുന്നത്, അത് സാരമില്ല മാറിക്കോളൂ എന്ന് പറഞ്ഞ പോലെ അല്ല. മാറി എന്ന് എനിക്ക് ബോധ്യം വരത്തക്ക തരത്തിൽ ആഴമായ ഒരു അനുഭവം തരുന്നതാണ്, അല്ലെങ്കിൽ സമൂലമായിട്ടുള്ള സമ്പൂർണമായിട്ടുള്ള ഒരു പരിവർത്തനം, രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ അയക്കുന്ന വൈദ്യനാണ് നമ്മുടെ കർത്താവായ യേശു എന്നറിഞ്ഞിരിക്കണം. പക്ഷെ യേശുവിന് എല്ലാം അറിയാം. എല്ലാ രോഗങ്ങളെയും ചികിത്സിക്കാൻ കഴിയും, അതിന് സൗഖ്യം കൊടുക്കാൻ കഴിയും, രൂപാന്തരപ്പെടുത്തുവാനായിട്ട് കഴിയും എന്ന് അറിയണം. അപ്പൊ അതിന് വാസ്തവത്തിൽ എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, മത്തായിയെ തന്നെ ഒന്ന് എടുത്തേ. മത്തായിലേക്ക് ഈ രൂപാന്തരം വരാനായിട്ട് യേശു ചെയ്തത് ദൈവജീവൻ കടത്തിവിട്ടു എന്നുള്ളതാണ്. ഒരു ബോട്ടിൽ ഗ്ലൂക്കോസ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ബോട്ടിൽ ബ്ലഡ് കൊടുക്കുന്നത് പോലെ എന്ത് കടത്തിവിട്ടു? യേശു പറഞ്ഞല്ലോ, ഞാൻ വന്നത് എന്തിനാ? ജീവൻ നൽകുവാനായിട്ടാണ്, ദൈവിക ജീവൻ നിങ്ങൾക്ക് പകരുവാൻ. അങ്ങനെ ആണ് മത്തായി ഒരു പുതിയ വ്യക്തിയാക്കി, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയത് എന്ന് അറിയണം. അപ്പൊ യേശു ഒരു വൈദ്യനാണെന്ന് പറയുമ്പോൾ യേശുവിൽ നമ്മൾ കാണേണ്ട ചില കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ, പെർഫെക്റ്റ് ഡയഗ്നോസിസ്, കുറ്റമറ്റ രോഗനിർണയം, അല്ലേ? പെർഫെക്റ്റ് ക്യൂർ, കുറ്റമറ്റ രോഗസൗഖ്യം. കുറ്റമറ്റ രോഗനിർണയവും കുറ്റമറ്റ രോഗസൗഖ്യവും. കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ചികിത്സയുടെ വില, അതിന്റെ ചെലവ് മുഴുവൻ ആര് വഹിക്കുന്നു? നമ്മൾ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ പണം കൊടുക്കാനുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലരും ചികിത്സയ്ക്ക് പോകാറില്ല, പണമില്ലാത്തത് കൊണ്ട്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹിംസെൽഫ് പേയ്സ് ദ ബിൽ.
അതുകൊണ്ടാണ് കർത്താവ് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് പറയുന്നത്. കുറ്റമറ്റ രോഗനിർണയവും കുറ്റമറ്റ ചികിത്സയും കിട്ടുന്ന സ്ഥലങ്ങളില് ഫീസ് വളരെ കൂടുതലായിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും വളരെ കൂടുതലായിരിക്കും. പക്ഷെ യേശുക്രിസ്തുവിന്റെ പ്രത്യേകത സൗജന്യമാണ്, വിലയില്ല, ബില്ലില്ല. നമ്മള് ഈ രോഗി പരിചരണ രംഗത്ത് ഉള്ള പ്രവർത്തകരെ അല്ലെങ്കിൽ ഡോക്ടർമാരെയും നേഴ്സസിനെയും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഡോക്ടർമാരും പല നേഴ്സസും കാര്യമായിട്ട് പൈസ വാങ്ങാതെ ചികിത്സിക്കുന്നവരും ഉണ്ട്. എല്ലാവരും പണം വാങ്ങി പണം ഉണ്ടാക്കാൻ മാത്രം ചികിത്സിക്കുന്ന ആളുകളല്ല, അല്ലാത്ത ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു കൊടുത്തതുപോലെ ഇന്ന് വരെ ആരും വില കൊടുത്തിട്ടില്ല. യേശു കൊടുത്ത വില പോലെ ആരും ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? യേശു രോഗികൾക്കായിട്ട് എന്താ കൊടുത്തത്? തന്റെ ജീവനെ കൊടുത്തു, തന്നെ തന്നെ കൊടുത്തു. മറ്റവരെ അവർ പഠിച്ച അറിവാണ് കൊടുക്കുന്നത്. എന്നാൽ യേശു തന്നെ തന്നെ തന്റെ ജീവനെ തന്നെ മറുവിലയായിട്ട് കൊടുത്തുകൊണ്ടാണ് പാപികളെ അല്ലെങ്കിൽ രോഗികളെ രക്ഷിക്കുന്നത് എന്ന് അറിയണം. അതുകൊണ്ടാണ് പാപരോഗം മാറുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാസ്തവത്തിൽ എന്താ? രക്ഷയാണ്. പാപത്തിന് ശമ്പളമുണ്ട്, പക്ഷെ പാപം ഇല്ലെങ്കിൽ നമുക്ക് ശിക്ഷയില്ല. അപ്പൊ നമുക്ക് ലഭിക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ ഈ രക്ഷ സൗജന്യമാണെന്ന് പറയുന്നത്. രക്ഷ വില കൊടുത്ത് വാങ്ങാവുന്നതല്ല, അല്ലെ? എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? പ്രവൃത്തികളാൽ നേടാവുന്നതല്ല, നമുക്ക് വില കൊടുത്ത് വാങ്ങാവുന്നതല്ല. സാൽവേഷൻ ഈസ് എ ഫ്രീ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സൗജന്യ ദാനമാണ്. പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാല്, നമുക്ക് എന്തെങ്കിലും സൗജന്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ വില ആരോ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷ സൗജന്യമാണ് എന്ന് പറയുമ്പോൾ അതാരാ വാങ്ങിയത്? അത് കർത്താവായ യേശുക്രിസ്തു തന്റെ രക്തം മറുവിലയായി കൊടുത്ത് വാങ്ങിയത്. പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, താൻ ക്രൂശിൽ ചൊരിഞ്ഞ തന്റെ സ്വന്തം രക്തം മറുവിലയായിട്ട് കൊടുത്തിട്ടാണ് നമുക്ക് ഈ സൗഖ്യം, രക്ഷ സൗജന്യമായിട്ട് ലഭ്യമാക്കിയത്. അപ്പൊ യേശു പാപരോഗികളെ സൗഖ്യമാക്കുവാൻ വന്ന വൈദ്യൻ എന്ന് പറയുമ്പോൾ താൻ തന്റെ ജീവൻ തന്നെ മറുവിലയായിട്ട് അതിന് കൊടുത്തു എന്നുള്ള കാര്യം അറിയണം. അതുകൊണ്ട് സൗജന്യമായിട്ട് ഇത് കിട്ടും. കുറ്റമറ്റ രോഗനിർണയവും കുറ്റമറ്റ സൗഖ്യവും കർത്താവിന്റെ കയ്യിൽ നമുക്ക് പ്രാപിക്കാനായിട്ട് സാധിക്കും. ആ കാര്യമാണ് യേശു ഈ പരീശന്മാരെയും ശാസ്ത്രിമാരെയും പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ യേശുവിന് പോലും സൗഖ്യമാക്കുവാൻ കഴിയാത്ത 2 പാപരോഗങ്ങളുണ്ട്. അതറിയാവോ? യേശുവിന് എല്ലാ രോഗങ്ങളും സൗഖ്യമാക്കാൻ കഴിയും എന്നാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നത് യേശുക്രിസ്തുവിന് പോലും നമ്മളെ സഹായിക്കാനും സൗഖ്യമാക്കുവാനും കഴിയാത്ത 2 പാപരോഗങ്ങൾ ഉണ്ട്. ഏതൊക്കെയാ അത്? ഒന്ന്, എനിക്ക് രോഗമുണ്ടെന്ന് സമ്മതിക്കാത്തവൻ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കാത്തവൻ. അവനെ സൗഖ്യമാക്കാൻ ഒക്കുകയില്ല. അതാണ് ഇവർ ഈ പരീശന്മാരുടെ കുഴപ്പം. അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ പരിശുദ്ധന്മാരാണ്, എന്തിനാണ് ഈ പാപികളുടെ കൂടെ യേശു ഇരിക്കുന്നത്? നമ്മൾ ഈ സുവിശേഷം പറയുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഞാനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലേ? അതായത് എനിക്ക് രോഗമില്ല, എനിക്ക് പാപമില്ല എന്ന് പറയുന്ന ഒരാളെ, the one who will not admit that he is sick or that he is a sinner, ഒരിക്കലും സൗഖ്യമാക്കുവാനായിട്ട് കഴിയത്തില്ല, രക്ഷിക്കുവാനായിട്ട്. നമ്മൾ രക്ഷയുടെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുത്ത ആളുകളെ രക്ഷയിലേക്ക് നയിക്കുമ്പോൾ ആദ്യം പറയുന്നത് എന്താ? കർത്താവേ, ഞാൻ പാപിയായൊരു മനുഷ്യനാണ്, ഞാൻ അതിനെക്കുറിച്ച് അനുതപിക്കുന്നു, നീ എന്റെ പാപങ്ങൾ ക്ഷമിക്കണം, എന്റെ ഹൃദയത്തിലേക്ക് വരണം, അല്ലേ? അപ്പൊ പാപിയാണെന്ന് സമ്മതിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് രോഗമുണ്ടെന്ന് സമ്മതിക്കാത്ത ഒരാളെ കർത്താവിനെ സഹായിക്കാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് യേശുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാത്ത ആളുകൾ. യേശുവിന്റെ അടുക്കൽ വരണമെന്നുണ്ടെങ്കിൽ യേശുവിനെ വിശ്വസിക്കുവാനായിട്ട് കഴിയണം. ദ വൺ ഹൂ വിൽ നോട്ട് ട്രസ്റ്റ് ഹിം ഫോർ ദ ക്യൂർ. സൗഖ്യത്തിനായിട്ട്, രക്ഷയ്ക്കായിട്ട് യേശു തന്നെ വേണമെന്ന് നിർബന്ധമില്ല, ആരായാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരാൾ യേശുവിന്റെ അടുക്കൽ വരികയില്ല. തിരിച്ചു ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 കാര്യങ്ങൾ ഒന്നാമത് ചെയ്യണം. ഏത് 2 കാര്യം? ഒന്ന്, ഞാൻ പാപിയാണെന്ന് സമ്മതിക്കണം. നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി എന്ന് യോഹന്നാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്നിൽ പാപമുണ്ട്, എനിക്ക് പല പല പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ ഒന്നാമത് സമ്മതിക്കണം. ഇത് പരിഹരിക്കുവാൻ യേശുവിന് കഴിയും എന്ന് വിശ്വസിക്കണം. അതുകൊണ്ടാണ് പലരും യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു ചോദിച്ചു, എനിക്കിത് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചില്ലേ? അല്ലെങ്കിൽ നിന്റെ പ്രശ്നം എന്താണ്, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് യേശു ചോദിച്ചല്ലോ. അത് യേശുവിന് കൊടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം അവർക്ക് വേണം. എന്നെ രക്ഷിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ള വിശ്വാസം വേണം.
എനിക്ക് രക്ഷ ആവശ്യമാണെന്നുള്ള ബോധവും വേണം. അല്ല, മനുഷ്യർ അവരുടെ പ്രശ്നം, അവരുടെ ആവശ്യം എന്താണെന്നുള്ളത് അംഗീകരിച്ച് യേശുവിന്റെ അടുക്കൽ വിശ്വാസത്തോടെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയും. അപ്പൊ യേശു എന്തിനാ വന്നതെന്നും യേശുവിൽ നിന്ന് എന്ത് നേടാമെന്ന് ചോദിച്ചാൽ ഇതാണ് യേശുവിൽ നിന്ന് നേടാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് യേശു പറഞ്ഞ ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത് യേശു പറഞ്ഞത് യേശു സന്തോഷം നൽകുന്ന ഒരു മണവാളനാണെന്നാണ്. 5-ാം അധ്യായത്തിന്റെ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ വായിക്കാം. ലൂക്കോസ് 5-ാം അധ്യായത്തിന്റെ 33 മുതൽ 35 വരെ. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ചു പ്രാർത്ഥന കഴിച്ചു വരുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, മണവാളൻ തോഴ്മക്കാരോടുകൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കോണ്ടെക്സ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരുടെ പ്രോബ്ലം ഏറ്റുപിടിച്ചുകൊണ്ട് പരീശന്മാര് ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. 33-ാം വാക്യം. അവർ അവനോട്, യോഹന്നാന്റെ ശിഷ്യന്മാർ കൂടെ കൂടെ ഉപവസിച്ച് പ്രാർത്ഥന കഴിച്ചു വരുന്നു, പരീശന്മാരുടെ ശിഷ്യന്മാരും അങ്ങനെ തന്നെ ചെയ്യുന്നു, നിന്റെ ശിഷ്യന്മാരോ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിന് മറുപടിയായിട്ട് യേശു 34-ാം വാക്യത്തിൽ അവരോട്, മണവാളൻ തോഴ്മക്കാരോട് കൂടെ ഉള്ളപ്പോൾ അവരെ ഉപവാസം ചെയ്യിപ്പാൻ കഴിയുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് 35-ാം വാക്യത്തിൽ പറഞ്ഞു, മണവാളൻ അവരെ വിട്ടുപിരിയേണ്ടുന്ന കാലം വരും, അന്ന് ആ കാലത്ത് അവർ ഉപവസിക്കും. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്നാപക യോഹന്നാൻ ഇപ്പോൾ എവിടെയാണ്? ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സദ്യ നടക്കുമ്പോൾ. അപ്പൊ ആ വിരുന്ന് സദ്യയിൽ യോഹന്നാന്റെ ശിഷ്യന്മാരുണ്ട്, യോഹന്നാൻ ഇല്ല. അതെന്താ കാര്യം? യോഹന്നാൻ സ്നാപകൻ ഇപ്പോൾ തടവിലാണ്, ശിഷ്യന്മാർ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത്. യോഹന്നാൻ സ്നാപകൻ എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ മത്തായി 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങൾ വായിച്ചാൽ മതി. ഏറ്റവും പ്രസക്തമായ കാര്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞത് കൊണ്ട് തന്നെ അവനെ പിടിച്ച് തടവിലാക്കി. ദുർനടപ്പ് ആചരിക്കുന്ന രാജാവിനോട് ഇത് തെറ്റാണ് എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുകൊണ്ട് അവനെ പിടിച്ച് തടവിലാക്കി. അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകൻ എന്ന് എണ്ണുകയാൽ രാജാവ് ഭയപ്പെട്ടു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ജനന ദിവസം വരുന്നു. ഡാൻസ് മകൾ ചെയ്യുന്നു, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ പറയുന്നു. അമ്മയുടെ ഉപദേശപ്രകാരം യോഹന്നാൻ സ്നാപകന്റെ ഇത് ഒരു സ്ഥലത്ത് നടക്കുന്നു. അപ്പൊ ഇങ്ങേപ്പുറത്ത് മത്തായിയുടെ വീട്ടില് വിരുന്ന് നടക്കുകയാണെന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ യോഹന്നാൻ സ്നാപകൻ തടവിലാണ്, ശിഷ്യന്മാര് ഇവിടെ വിരുന്നിന് സന്നിഹിതരുമാണ്. അവര് പരീശന്മാരുടെ ശിഷ്യന്മാരെ പോലെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, യോഹന്നാന്റെ ശിഷ്യന്മാരിൽ കുറെ ആളുകളൊക്കെ യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് മാറി. യോഹന്നാന്റെ സുവിശേഷം പഠിക്കുകയാണെങ്കിൽ 1-ാം അധ്യായത്തിൽ തന്നെ യേശു കടന്നു പോകുന്നത് കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ എന്ത് ചെയ്തു? യോഹന്നാനെ വിട്ടിട്ട് യേശുവിന്റെ പുറകെ പോയി. അങ്ങനെ കുറെ പേര് അങ്ങോട്ട് പോയപ്പോഴാണല്ലോ പരാതികളൊക്കെ വരികയും. അപ്പം യോഹന്നാൻ മറുപടി പറഞ്ഞു, ഞാൻ കുറയണം, അവൻ വളരണം. ഇതൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. എന്നാൽ എല്ലാ ശിഷ്യന്മാരും യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് മാറി. യോഹന്നാൻ തടവിലാണ്, യേശു ശുശ്രൂഷയിൽ തിളങ്ങി മുന്നോട്ട് വരികയാണ്. അപ്പൊ വേണമെങ്കിൽ യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് എല്ലാവർക്കും യേശുവിന്റെ ശിഷ്യന്മാരായിട്ട് മാറാമായിരുന്നു. പക്ഷെ എല്ലാവരും അങ്ങനെ മാറിയിട്ടില്ല. അവരും സംശയദൃഷ്ടികളായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആ സംശയത്തെയാണ് ആര് മുതലെടുത്തത്? പരീശന്മാര്. കാരണം പരീശന്മാരും ഉപവസിക്കുന്നു, യോഹന്നാന്റെ ശിഷ്യന്മാരും ഉപവസിക്കുന്നു. എന്തുകൊണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല? ഇവിടെ ഒരു വിരുന്നാണ് നടക്കുന്നത്. ഉപവാസത്തെ കുറിച്ചാണ് ചോദ്യം വരുന്നത്. ഇപ്പൊ യഹൂദന്മാർ എപ്പോഴാണ് ഉപവസിക്കുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, വേദപുസ്തകത്തിൽ പഠിക്കുകയാണെങ്കിൽ, വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ശരിക്കും ഒരു യഹൂദൻ ഉപവസിക്കേണ്ടതായിട്ടുള്ളൂ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, 21-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ ഉത്സവങ്ങളെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. 7 ഉത്സവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെന്റ് എന്ന് പറയുന്ന ഒരു ഉത്സവമുണ്ട്. അല്ലെങ്കിൽ പെസഹ പെരുന്നാളിന്റെ തൊട്ടു പുറകെ വരുന്നതാണ് പാപപരിഹാര ദിവസം. അതൊരു ദിവസമാണ്. ആ ദിവസം ഉപവസിക്കണം, ആത്മതപനം ചെയ്യണം, യാതൊരു വേലയും ചെയ്യരുത്. അന്ന് സ്വസ്ഥതയുള്ള ശബത്ത് ആചരിക്കണം.
ലേവ്യ 23-ാം അധ്യായത്തിന്റെ 27 മുതൽ 29 വരെ വായിച്ചു നോക്കിയാൽ മതി. ആണ്ടിൽ ഒരിക്കൽ ഈ പാപപരിഹാര ദിവസം, ഇതിൽ നിന്നാണല്ലോ ഈ ക്രിസ്ത്യാനികള്, നാമധേയ ക്രിസ്ത്യാനികള് ആണ്ട് കുമ്പസാരം നടത്തണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടുണ്ട്. ആണ്ടിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യണം? കുമ്പസാരിക്കണം. ആണ്ട് കുമ്പസാരം. അത് മിക്കവാറും ദുഃഖവെള്ളിയുടെ തലേദിവസം പെസഹ വ്യാഴാഴ്ചയാണ് അവർ സെലക്ട് ചെയ്യുന്നത്. കാരണം അന്ന് കുമ്പസാരിച്ചു, പിറ്റേ ദിവസം കർത്താവ് മരിച്ചു, അതിന്റെ 2 ദിവസം കഴിഞ്ഞ് കർത്താവ് ഉയർത്തു, പിന്നെ പഴയപടി തന്നെ. പിന്നെ അടുത്ത ആണ്ട് പെസഹ വ്യാഴാഴ്ച ആലോചിച്ചാൽ മതി ആ ഒരു ചിന്ത വന്നത്. ഇതുപോലെ യഹൂദന്മാർക്ക് പാപപരിഹാര ദിവസം മാത്രമാണ് ന്യായപ്രമാണ പ്രകാരം ഉപവസിക്കേണ്ടത്. എന്നാൽ പിൽക്കാലത്ത് പരീശന്മാര് കൂടുതൽ ഉപവാസങ്ങൾ ഏർപ്പെടുത്തി. പരീശന്മാരും ശാസ്ത്രിമാരുമാണ് ഈ ന്യായപ്രമാണം വ്യാഖ്യാനിക്കുന്നവർ എന്ന് മറന്നു പോകരുത്. അപ്പൊ അവര് കൂടുതൽ ഉപവസിക്കുകയാണെങ്കിൽ അതിലെന്തോ കൂടുതൽ ആത്മീയതയുണ്ട്. ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ അങ്ങനെ ഒരു ധാരണയുണ്ടല്ലോ. കൊല്ലത്തിൽ കുറെ ഉപവാസങ്ങൾ, 45 ദിവസം ഉപവാസം, 21 ദിവസം ഉപവാസം, പിന്നെ 7 ദിവസം ഉപവാസം, ഇങ്ങനെ എത്ര ഉപവാസം കൂടുന്നു അത്രയും അവര് ആത്മീയരാണ്. പക്ഷെ 45 ദിവസം കഴിഞ്ഞിട്ട് ആളൊന്ന് ഇടപെട്ട് നോക്കി, ഈ 45 ദിവസത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പലപ്പോഴും മോശമായിരിക്കും. ഞാൻ തന്നെ ഒരിക്കൽ ഒരു വിവാഹത്തിന് പോയപ്പം ആ വിവാഹം നടത്താൻ വന്ന പാസ്റ്റർ പറഞ്ഞു, കഴിഞ്ഞ 21 ദിവസം ഞാൻ ഉപവാസത്തിലായിരുന്നാണ്, ഞാൻ ഇന്ന് ക്ഷീണിതനാണ്, ഞാൻ ഇന്ന് അധികം സംസാരിക്കുന്നത്. വാസ്തവത്തിൽ 21 ദിവസം ദൈവത്തിനോട് ഇരിക്കുകയായിരുന്നെങ്കിൽ എന്തുവായിരുന്നു? ക്ഷീണിതനായിട്ടാണ് വരാൻ പോണത്. മോശ ദൈവത്തിനോട് കുറെ ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ഷീണിതനാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല, വേഗത്തിൽ കല്യാണം നടത്തിയേക്കാം എന്നാണോ മോശ പറയുന്നത്? അല്ല. മോശയുടെ ത്വക്ക് പ്രകാശിച്ചു, അല്ലേ? ദൈവത്തിന്റെ കൽപ്പനകളൊക്കെ കിട്ടി, കൂടുതൽ ശക്തനായിട്ടാണ്, കൂടുതൽ ദൈവപ്രഭാവം ഉള്ളവനായിട്ടാണ്. പക്ഷെ അങ്ങനെ നമ്മൾ കാണുന്നില്ല. അത് തന്നെയാണ് യഹൂദന്മാരുടെയും കുഴപ്പം. അവർ കൂടെ കൂടെ ഉപവസിക്കുന്നു, അതിനകത്ത് എന്തോ ഒരു ആത്മീയതയുണ്ട്. നമുക്ക് ഉപവസിക്കാൻ കുഴപ്പമില്ല, പക്ഷെ ഉപവാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അടുത്ത് വസിക്കുക, കൂടെ വസിക്കുക. അപ്പൊ അങ്ങനെ ദൈവത്തോട് കൂടെ വസിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യത്യാസം വരും. ആ വ്യത്യാസം ഈ ഉപവാസങ്ങൾ നടത്തുന്ന ആളുകളുടെ ജീവിതത്തിൽ കാണുന്നില്ല. യഹൂദന്മാരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതങ്ങനെ അങ്ങോട്ട് മൂത്തിട്ട് ഇവര് എത്രയാക്കി ഉപവാസം? ആഴ്ചയിൽ 2 വട്ടം. അത് കഴിഞ്ഞിട്ടായിരിക്കും പെന്തക്കോസ്തുകാർ ഇപ്പൊ ആഴ്ചയിൽ 1 ദിവസം, അല്ലെ? വെള്ളിയാഴ്ച ഉപവാസ ദിവസമായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതൊരു ചടങ്ങായിട്ട് അധപ്പതിച്ചു പോവുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ പരീശന്മാര് ക്രമേണ ആഴ്ചയിൽ 2 വട്ടം. അതെങ്ങനെ നമുക്ക് കിട്ടുന്നത്? ലൂക്കോസ് 18-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് 2 പേര് പ്രാർത്ഥിക്കാൻ പോയി. അതിൽ ഒരാള് പരീശനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഞാൻ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. അപ്പൊ കൊല്ലത്തിൽ ഒരു ഉപവാസം എന്നുള്ളതിന് പകരം ഇപ്പൊ അത് എവിടെ എത്തി? ആഴ്ചയിൽ 2 വട്ടം. അപ്പൊ അവര് ചിന്തിച്ചത് കൂടുതൽ ഉപവസിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആത്മീയത ഉണ്ടാകും. പക്ഷെ കർത്താവായ യേശുക്രിസ്തു ഇതേക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തില് ഉപവാസം എല്ലാരെയും കാണിക്കാനായിട്ട് ചെയ്തപ്പോൾ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഉപവസിക്കണ്ട എന്ന് യേശു പറഞ്ഞില്ല, ഉപവസിക്കുമ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ ഉപവസിക്കണം, എങ്ങനെ ഉപവസിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇത് നമ്മൾ ബൈബിളിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഉപവാസത്തെ കുറിച്ച് കർത്താവ് എന്താ പറഞ്ഞത്? മത്തായി 6:17 വായിക്കുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് അണ്ട് ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം, നോട്ട് ഫോർ പീപ്പിൾ. ആളുകളെ കാണിക്കാൻ വേണ്ടിയല്ല, ദൈവസന്നിധിയിലാണ്, അല്ലേ? അല്ലെങ്കിൽ ഇത് ഉറക്കെ പറയുന്നതിനുള്ളൊരു കാര്യമല്ല. ചിലർ നമ്മുടെ വീട്ടിൽ വരുമ്പം ചായ കൊടുത്താൽ പറയില്ല, ഇന്ന് ഞാൻ ഉപവാസത്തിലാണ്. അപ്പൊ അതിന്റെ ഗുണം പോയി. എനിക്കിന്ന് ചായ വേണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ ഉപവാസത്തിലാണെന്ന് പറയേണ്ട കാര്യമില്ല. ഇത് ഞാൻ അറിയിക്കുകയാണ് ആളുകളെ. അപ്പൊ രൂപാന്തരം വരുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് മത്തായി 6:17, നീയോ ഉപവസിക്കുമ്പോൾ നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, നിന്റെ ഉപവാസം മനുഷ്യർക്കല്ല, രഹസ്യത്തിലുള്ള നിന്റെ പിതാവിന് വിളങ്ങേണ്ടതിന് എന്ത് ചെയ്യണം? തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുക. എന്റെ അടുത്ത വാക്യത്തിൽ പറഞ്ഞു, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പൊ ഇത് ഞാനും കർത്താവും തമ്മിലുള്ള ഒരു രഹസ്യ ഇടപാടാണ്. ഇതാരും പരസ്യമായിട്ട് അറിയേണ്ട കാര്യമില്ല. ഞാൻ ആഴ്ചയിൽ പലവട്ടം ഉപവസിച്ചു എന്ന് വരാം, ചിലപ്പോൾ ഉപവസിച്ചില്ല എന്നും വരാം. അത് ഞാനും കർത്താവും തമ്മിലുള്ള ഒരു വ്യക്തിബന്ധത്തിന്റെ കാര്യമാണ്. ഇത് നാട്ടിലെല്ലാം പാട്ടാക്കാനുള്ള ഒരു കാര്യം അല്ല. അത് കഴിയുമ്പോൾ അതിന്റെ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെ ഫാസ്റ്റ് ചെയ്യണം, എങ്ങനെ ഫാസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ ഈ റബിമാര്, പരീശന്മാര് ഒരുപാട് ഉപവാസങ്ങൾ സ്വന്തമായിട്ട് അവര് ന്യായപ്രമാണത്തിൽ ഇല്ലാത്തത് കൂട്ടിച്ചേർത്തിട്ട് യഹൂദ മത ആചരണം എന്ന് പറയുന്നത് ഒരു വലിയ ഭാരമാക്കി മാറ്റി.
സാധാരണ ആളുകൾക്ക് ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുക, കിട്ടുന്നതിലൊക്കെ പതാരം, ജീരകത്തിന്റെയൊക്കെ എണ്ണി പതാരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്, അങ്ങനെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ജീരകം, ചതകുപ്പ ഇതിലൊക്കെ പതാരം കൊടുക്കുന്നു, എന്നാൽ ഘനമേറിയത് നിങ്ങൾ വിട്ടുകളയുന്നു. ന്യായം, കരുണ അതൊന്നും കാണിക്കുന്നില്ല. ഇതൊരു ബേർഡൻ, റിലിജിയൻ, മതം എന്ന് പറയുന്ന ഒരു ഭാരമായിട്ട് ആളുകൾക്ക് മാറി. ഇത് ഞാൻ പറഞ്ഞതല്ല. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചാല് പരിച്ഛേദനയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിനായിട്ട് ഒന്നാമത്തെ സഭാപിതാക്കന്മാരുടെ യോഗം കൂടിയപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം, അതായത് വിശ്വാസത്തിലേക്ക് വരുന്ന ആളുകള് പരിച്ഛേദന ഏൽക്കണമെന്നും ന്യായപ്രമാണം ആചരിക്കണമെന്നും കുറെ ആളുകൾ വാശി പിടിച്ചപ്പോൾ, ക്രിസ്തീയ വിശ്വാസം പ്രചരിച്ചപ്പോൾ പരീശന്മാർ കുറെ പേര് മാനസാന്തരപ്പെട്ടു വന്നു. അപ്പൊ അവര് പറഞ്ഞു, മാനസാന്തരപ്പെട്ടെങ്കിലും പരീശൻ മാനസാന്തരപ്പെട്ടില്ല. പരീശൻ അവരുടെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് പറഞ്ഞു പരിച്ഛേദന ഏൽക്കണം, ന്യായപ്രമാണം അനുസരിക്കണം. അപ്പൊ അങ്ങനെ വേണ്ട എന്നറിയിക്കാനായിട്ടാണ് ഈ കൗൺസിൽ കൂടിയതും ഗലാത്യ ലേഖനം എഴുതിയതും. ഗലാത്യ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരാളും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല, കൃപയാൽ വിശ്വാസം മൂലം മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ പ്ലസ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് കൃപയും വിശ്വാസവും മാത്രം മതി രക്ഷ കിട്ടുവാൻ, നീതീകരണം കിട്ടുവാനെങ്കിൽ അതിന്റെ കൂടെ പരിച്ഛേദന കൂട്ടേണ്ട കാര്യമില്ല, ദാനധർമ്മങ്ങൾ കൂട്ടേണ്ട കാര്യമില്ല, ഒന്നും കൂട്ടേണ്ട കാര്യമില്ല. ഇത് തികച്ചും സൗജന്യമാണ്. അതല്ലേ ഇപ്പൊ നമ്മൾ പറഞ്ഞത്, ഈ വൈദ്യൻ ഫീസ് മേടിക്കുകയല്ല, സൗജന്യമാണ്. കൃത്യമായിട്ട് രോഗം പറയും, കൃത്യമായിട്ട് സൗഖ്യവും തരും, ഫീസ് ഇല്ല. അപ്പൊ അങ്ങനെ ഒരു വൈദ്യന്റെ അടുക്കൽ ചെന്നിട്ട് നമ്മള് ഉപവാസം പോലെ കൈക്കൂലി കൊടുക്കാനോ അല്ലെങ്കിൽ ഭാരമുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് നീ പ്രസാദിക്കണം എന്ന് പറയാനോ, ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പ്രസാദിക്കുന്ന ആൾ കരുതുന്നത് 40 ദിവസം ഉപവസിച്ചാൽ ദൈവം പ്രസാദിക്കും, നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ദൈവം തരും. അതിനുവേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഉപവാസനെ പലപ്പോഴും നടത്തുന്നത് കാര്യസാധ്യത്തിനാണ്. അപ്പോസ്തല പ്രവൃത്തി 15:10 അവിടെ സഭാപിതാക്കന്മാരെടുത്ത തീരുമാനം എന്താണെന്ന് ചോദിച്ചാല്, നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം എന്നാ പറഞ്ഞത്. യഹൂദ മതത്തിലെ ആചാരങ്ങൾ എന്ന് പറയുന്നത് ഈ അപ്പോസ്തലന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ല, യഹൂദന്മാരായിരുന്നപ്പോൾ പിതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അത് വിശ്വാസത്തിലേക്ക് വന്ന ആളുകളുടെ കഴുത്തിൽ വെച്ചു കൊടുക്കണോ? വെച്ചു കൊടുക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിച്ചു. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരുടെ മതം പരീശന്മാരും ശാസ്ത്രിമാരും വ്യാഖ്യാനിച്ച് അതിനകത്ത് ഒരുപാട് ഉപവാസങ്ങളും ഒരുപാട് ആചാരങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, അതൊക്കെയാണ് കൊലോസ്യ ലേഖനത്തിലൊക്കെ എതിർക്കുന്നത്. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ ഒന്നും ആചരിക്കേണ്ടതില്ല, പെരുന്നാൾ, വാവ്, ശബത്ത് ഇതെല്ലാം വരാനിരുന്നതിന്റെ നിഴലാണ്. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ആചരിച്ച് ദൈവം പ്രസാദിക്കുമെന്ന് വിചാരിക്കുമ്പോൾ ഇതൊരു വലിയ ഭാരമായിട്ട് മാറുകയാണ്. ആർക്കും ഇത് ആചരിക്കാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ഒരു കാര്യമല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. വേറെ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഈ മതാചരണം ആർക്കും സന്തോഷം നൽകുന്നില്ല. നമ്മൾ ഈ ഡ്രം അടിക്കുന്നതും ആളുകൾ ചാടുന്നതും പടക്കം പൊട്ടിക്കുന്നതും റാസ പോകുന്നതും കാലം കൊണ്ട് നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. കാണാൻ നമുക്കൊരു ഇമ്പമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ചെയ്യുന്ന ആളുകൾക്ക് തന്നെ അതിനകത്തൊരു ആത്മസംതൃപ്തി, ഒരു സന്തോഷം ഇല്ല. പിന്നെ ഇത് എല്ലാ കൊല്ലം ചെയ്തില്ലെങ്കിൽ കുഴപ്പമായതുകൊണ്ട് ഒരു ബേർഡനാണ്, ഒരു ഭാരമായിട്ടാണ് അവർക്കിരിക്കുന്നത്. പരീശന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അവരാണല്ലോ ഏറ്റവും കൂടിയ മതഭക്തന്മാരായിട്ട് നമ്മൾ പുസ്തകത്തിൽ കാണുന്നത്. പക്ഷെ അവർ ഭയങ്കര അസന്തുഷ്ടരാണ്, നീണ്ട മുഖമൊക്കെ എന്ന് വേണമെങ്കിൽ പറയാം, ഗൗരവത്തിൽ മസിൽ പിടിച്ച് നടക്കുന്ന ആളാണ്. ചിരിച്ചാൽ ആത്മീയത പോകും, യാതൊരു തരത്തിലുള്ള തമാശകളില്ല, വളരെ ഗൗരവമായിട്ട് വലിയ നീണ്ട കുപ്പായമൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് വളരെ ഗൗരവത്തിൽ നടക്കുന്ന, അത് തന്നെ ഒരു ഭാരമാണ് അവർ. ഈ മതം ഒരു വലിയ ഭാരമായിട്ട് ഒരു സ്വാഭാവികതയില്ലാതെ ചുമന്നുകൊണ്ട് നടക്കുന്ന, ഒട്ടും സന്തുഷ്ടരല്ലാത്ത ഒരു കൂട്ടം ആളുകൾ. ആകെപ്പാടെ അവർ ശ്രദ്ധിക്കുന്നത് ഈ നിയമാവലികൾ, ചിട്ടകൾ, വട്ടങ്ങൾ എല്ലാം കൃത്യമായിട്ട് പ്രമാണിക്കുന്നുണ്ടോ, മറ്റുള്ളവരെ എല്ലാം ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവർക്ക് സന്തോഷമില്ല, ആരും സന്തോഷിക്കാനും പാടില്ല. ആരെങ്കിലും സന്തോഷിച്ചാൽ അവരെ ഉടനെ പള്ളിക്ക് വിളിച്ചു സഭയിൽ നിന്ന് പുറത്താക്കും, മതത്തിൽ നിന്ന് പുറത്താക്കും, സിനഗോഗിൽ വരാൻ പാടില്ലെന്ന് പറയും. അപ്പൊ ഒരു സന്തോഷ അന്തരീക്ഷം അല്ല പൊതുവെ മതങ്ങൾ നമുക്ക് നൽകുന്നത്. ചില വേർപെട്ട സമൂഹങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു സന്തോഷവും സ്വാതന്ത്ര്യവും ഒന്നുമില്ല, എല്ലാം നിയമങ്ങളാണ്. തിരിയാൻ പാടില്ല, നോക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ആഴ്ചയിൽ ഇന്നതൊക്കെ ചെയ്തിരിക്കണം, ഭയങ്കര ചിട്ടവട്ടങ്ങളിലാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ എല്ലാം നമ്മൾ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഒരു സ്റ്റാറ്റസ്, ഒരു നിലവാരം ഉണ്ടാക്കുക, ആളുകളുടെ കയ്യടി നേടുക എന്നൊക്കെ ഉള്ളതാണ്. അത് ആചരിക്കുമ്പോൾ അറിയാതെ നമ്മൾ ഈ ആചാരങ്ങളുടെയും മതത്തിന്റെ അടിമകളായി പോവുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അസന്തുഷ്ടരായിട്ട് അവിടെ തുടരുകയുമാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ
പരീശന്മാർക്ക് ഇത് അറിയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അറിയാമെങ്കിൽ അവർ അംഗീകരിക്കാനായിട്ട് തയ്യാറും അല്ലായിരുന്നു. അപ്പൊ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ഇവർക്ക് മറുപടി നൽകുന്നത്. ഞാനൊരു മണവാളനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു ആരായിട്ടാ വന്നത്? മണവാളൻ. എന്തിനാ വന്നത്? ഒരു മണവാട്ടി സഭയെ ഒരുക്കാൻ. അപ്പൊ ഈ മണവാട്ടി സഭയെ ഒരുക്കാനായിട്ട് വന്ന മണവാളൻ കല്യാണ സമയത്ത് ഉപവാസമാണ് കേട്ടോ. ഇന്ന് എന്റെ കല്യാണമാണ്, കല്യാണത്തോടുള്ള ബന്ധത്തിൽ കല്യാണ നിശ്ചയ ദിവസം ഉപവാസമാണ്, കല്യാണത്തിന്റെ ദിവസവും ഉപവാസമാണ്. അങ്ങനെ ഏതെങ്കിലും സംസ്കാരത്തിലുണ്ടോ? ഏതെങ്കിലും സംസ്കാരത്തിലുണ്ടോ? അതാണ് കർത്താവ് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ ഉപവസിക്കാൻ കഴിയത്തില്ല. സന്തോഷിക്കേണ്ട സമയമാണ്, തിന്നു കുടിച്ച് ആനന്ദിക്കേണ്ട സമയമാണ്. ഒരു ആള് തിരിച്ച് മം വന്നപ്പോഴത്തേക്ക് പറഞ്ഞത്, നാം ആനന്ദിക്കേണ്ടത് ആവശ്യമായിരുന്നു. തടിച്ച കാളയെ അറക്കുക, അവന്റെ കൈക്ക് മോതിരം ഇടുക, അവന് നല്ല വസ്ത്രം കൊടുക്കുക, നാം ആനന്ദിക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയൊക്കെ വന്നല്ലോ, നമുക്ക് ഒരു 20 ദിവസം ഉപവസിച്ച് കളയാന്നല്ല പറഞ്ഞത്. മുടിയുമ്പത്തെ തിരിച്ചു വന്നപ്പോ വന്നു, ഇനി അവനൊന്ന് സ്നാനപ്പെടാനും ശരിയാകാനും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അടുത്ത 20 ദിവസം ഉപവാസമായി കളയാം എന്നാണോ അപ്പം പറഞ്ഞത്? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് തിന്നു കുടിച്ച് ആനന്ദിക്കണം. കാരണം ഇവൻ മരിച്ചുപോയവനായിരുന്നു, അവൻ ജീവിച്ചു, അവൻ മടങ്ങി വന്നു, അതുകൊണ്ട് ആനന്ദിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ മണവാളൻ ഒരു മണവാട്ടി സഭയെ ചേർക്കാനായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആനന്ദമാണ്, സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ദുഃഖഭാവത്തോടെ, നേരത്തെ പറഞ്ഞല്ലോ, വാടിയ മുഖം, തലയിൽ എണ്ണ തേച്ച് മുഖം കഴുകുകയില്ല, ക്ഷീണിച്ച്, എന്താ ഇങ്ങനെ ക്ഷീണിച്ച്, ഞാൻ ഉപവാസമാണ് 25 ദിവസം. ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാര്യമല്ല ഉപവാസം. മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ ബ്രൈഡ് ചേംബർ, ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റുകയില്ല, ഉപവസിക്കാനൊക്കെയല്ല. അവർ തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും രക്ഷയോടുള്ള ബന്ധത്തിലാണ് ഒരു വെഡിങ് അല്ലെങ്കിൽ ഒരു വിവാഹം എന്നുള്ള ആശയം കർത്താവ് കൊണ്ടുവരുന്നത്. രക്ഷയോടുള്ള ബന്ധത്തിൽ ആദ്യം വൈദ്യൻ എന്നുള്ള ആശയം കൊണ്ടുവന്നു. രണ്ടാമത് എന്താ ആശയം കൊണ്ടുവരുന്നത്? ഒരു വിവാഹം. ആ വിവാഹത്തിനൊരു മണവാളനുണ്ട്, ഒരു മണവാട്ടിയുണ്ട്. വിവാഹം സന്ദർഭങ്ങൾ മനസ്സിലൊന്ന് കണ്ടേ. വിവാഹ സന്ദർഭങ്ങൾ ദുഃഖത്തിന്റെയും ഉപവാസത്തിന്റെയും സന്ദർഭമല്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് സന്തോഷം കൊണ്ടുവരുന്ന മണവാളൻ. മണവാളൻ വരുന്നുണ്ടെന്ന് ആർപ്പുവിളി ഉണ്ടായി മത്തായി 25-ാം അധ്യായത്തില്. അപ്പം അവനെ എതിരേൽക്കാൻ എല്ലാവരും പുറപ്പെട്ടു. എല്ലാവരും ഉപവാസം ഡിക്ലെയർ ചെയ്തെന്നല്ല പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാകുന്നില്ല. ഈ മണവാളൻ ഉള്ളിടത്തോളം കാലം ഉപവാസത്തിനല്ല പ്രാധാന്യം, പ്രത്യുത സന്തോഷത്തിനാണ്. നമ്മൾ അന്തർമുഖന്മാരായിട്ട് ദുഃഖിച്ച് പട്ടിണി കിടന്ന് കരഞ്ഞ് എന്തോ സംഭവിച്ചു പോയി എന്നുള്ള മട്ടിൽ ഇരിക്കാനല്ല. നമുക്കൊരു മണവാളൻ ഉള്ളത് കൊണ്ട്, ഞാൻ മണവാട്ടി ആയതുകൊണ്ട്. അല്ല, ഒരു കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പെണ്ണും ചെറുക്കനും എന്താ ഭയങ്കര ദുഃഖത്തിലും ഉപവാസത്തിലായിരിക്കും അല്ലേ? അങ്ങനെയല്ല, അവര് സന്തോഷത്തിൽ സംസാരിക്കുകയും വിളിക്കുകയും ഒരുമിച്ച് പോയി കഴിയുമെങ്കിൽ കാണുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആനന്ദ അനുഭവമല്ലേ വിവാഹം എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് തീർക്കാം. ഏതാണെങ്കിലും കർത്താവ് പറഞ്ഞു, ഒന്നാമത് ഞാനൊരു വൈദ്യനാണ്, രണ്ടാമത് ഞാനൊരു മണവാളനാണ്. ഞാനൊരു വിവാഹത്തിനായിട്ടാണ് വന്നത്, ഒരു മണവാട്ടിയെ ചേർക്കാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ ദുഃഖവും ഭാരവും അസന്തുഷ്ടിയും ഒന്നും അല്ല വേണ്ടത്. സ്വർഗത്തിൽ എന്തുണ്ടെന്നാ പറഞ്ഞത്? സന്തോഷമുണ്ട്. മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സന്തോഷമുണ്ട്. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കണം. സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അന്തർമുഖന്മാരായി ദുഃഖിതരായി തിന്നാതെയും കുടിക്കാതെയും എന്തോ വലിയ ആത്മീയതയാണെന്ന് ഭാവിച്ച് ഭാരത്തോടെ ഇരിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. സന്തോഷിക്കുക. കാരണം നമുക്ക് ഇങ്ങനെ ഒരു മണവാളൻ ഉണ്ടായതിൽ, നമുക്ക് ഇങ്ങനെ ഒരു വൈദ്യൻ ഉണ്ടായതിൽ, നമുക്ക് ഇങ്ങനെ ഒരു രൂപാന്തരം നൽകുന്ന കർത്താവ് ഉണ്ടായതിൽ നാം എന്ത് ചെയ്യണം? സന്തോഷിക്കണം, ആനന്ദിക്കണം. അപ്പൊ അത് നമുക്ക് കൂടുതലായിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ ഒരു വൈദ്യനും മണവാളനും പുതുജീവൻ നൽകുന്ന, രൂപാന്തരം നൽകുന്നവനും ഒക്കെ ആയിട്ട് നമ്മുടെ അടുക്കൽ ഉള്ളത് കൊണ്ട് നമുക്ക് അവന്റെ അടുക്കൽ ചെന്ന് സൗഖ്യം പ്രാപിക്കുവാനും സന്തോഷിക്കുവാനും ജീവൻ പ്രാപിക്കുവാനും കർത്താവ് കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സുക്രിസ്തു പിതാവേ, ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുവചനത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ പല രോഗങ്ങൾ ബാധിച്ചവരായിട്ട്, പാപരോഗം ബാധിച്ചവരായിട്ടിരുന്നപ്പോൾ കർത്താവ് ഏറ്റവും കുറ്റമറ്റ രോഗനിർണയം നടത്തി ഏറ്റവും കുറ്റമറ്റ കർത്താവ് സൗഖ്യം ഞങ്ങൾക്ക് നൽകി, ഒരു ഫീസും വാങ്ങാതെ സൗജന്യമായിട്ട് ഇതിന്റെ ജീവൻ ഞങ്ങൾക്ക് പകരം വെച്ച് തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷയിലാക്കിയ ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം കർത്താവെ മതങ്ങൾ ആചരിച്ച് കർത്താവെ മതത്തിന്റെ അടിമകളായി ഭാരത്തോടെ കർത്താവെ ചുമപ്പാൻ കഴിയാത്തൊരു വലിയ മുഖം ചുമന്നുകൊണ്ട് നടക്കുന്നവരായിട്ടല്ല കർത്താവ്, ഞങ്ങൾക്കൊരു മണവാളൻ ഉള്ളതുകൊണ്ട് മണവാട്ടി മണവാളനിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയിൽ കർത്താവെ ഈ രക്ഷ ഞങ്ങൾക്ക് സന്തോഷവും ജീവനും ചൈതന്യവും ഒക്കെ പ്രദാനം ചെയ്യുന്നതായിരിക്കാൻ തക്കവണ്ണം പിന്നെയും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ടൊക്കെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ
കർത്താവ് മതിയായതുകൊണ്ട് ആ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവിന് നൽകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേ.